അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഫലാണ്. പിന്നെ 2023 ഹജ്ജൊക്കെ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ 2024 ഹജ്ജ് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ മാഷാ അല്ലാഹ് ഒരുപാട് ഇത്തവണ എനിക്ക് തോന്നുന്ന ഒരു ഇന്ത്യയിൽ നിന്നും 1,75,000 ഹാജിമാരാണ് ഇത്തവണ മക്കത്തേക്ക് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ചാനലിൽ 2-3 വർഷമായിട്ട് ഹജ്ജിന്റെ വീഡിയോസും അതുപോലെ തന്നെ ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോടാണ് ഈ കാര്യം പറയുന്നത് കേട്ടോ. അപ്പം ഹാജിമാർ വരുന്നത് മുതലേ ഹാജിമാർക്ക് ഇവിടുത്തെ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്ത് ഹാജിമാർ വന്നതിന് ശേഷം ഹാജിമാർ പോകുന്നത് വരെയുള്ള വീഡിയോസൊക്കെ മാക്സിമം കഴിയുന്ന രീതിയിൽ നമ്മുടെ ഈ ചാനലിൽ ഉൾക്കൊള്ളിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാനും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. കാരണം ഇപ്പോൾ ഇവിടുത്തെ ഏരിയകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. മിക്കവാറും കൂടുതൽ സൗകര്യങ്ങളുള്ള ഭാഗത്താണ് മലയാളി ഹാജിമാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത്. എത്രത്തോളം അത് ശരിയാണെന്ന് അറിയില്ല. എന്തായാലും ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ നമ്പറുകളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവിടുത്തെ ഈ ഒരു പരിസരം ഞാനിപ്പോ കാണിച്ചു തരാം. ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് ഇങ്ങനെ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയാണെന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കിയുള്ള കൂടുതലായിട്ടുള്ള വീഡിയോസ് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പൊ എന്തായാലും ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഏരിയയിലൂടെ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് ബിൽഡിംഗ്, എവിടെയൊക്കെയാണ് നമ്പറുകളൊക്കെ ഇട്ടെടുത്ത് കാണിച്ചു തരാം. വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ അടുത്ത് ചെയ്യും കേട്ടോ. നിങ്ങളുടെ ഒരു സമാധാനത്തിനും അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് പെട്ടെന്ന് ഈ ഒരു സ്ഥലം കാണുമ്പോൾ ആകെ ഭയങ്കര ബുദ്ധിമുട്ടാകണ്ട. നേരത്തെ വീഡിയോയിലൂടെ സ്ഥലങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു പരിചയമുള്ള സ്ഥലമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് വരുന്ന സമയത്ത് തോന്നും. അതുകൊണ്ട് വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പൊ ഞാനിപ്പോൾ വണ്ടി ഓടിച്ചു പോകുന്ന സ്ഥലങ്ങളിൽ 2 സൈഡിലുള്ള ബിൽഡിങ്ങുകളിൽ കൂടുതൽ ബിൽഡിങ്ങുകളും ഹാജിമാർക്ക് വേണ്ടി തയ്യാറായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് പള്ളിയാണ്. എല്ലാ വർഷവും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഹാജിമാർ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയാം. നമുക്ക് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളിലൊക്കെ നമ്പറുകളൊക്കെ മനസ്സിലാക്കി ഓർമ്മിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പള്ളിയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഫ്രണ്ടിലും ബാക്കിലും എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ആലോചിച്ച് വെക്കാം ഇവിടെ വരുന്ന ഹാജിമാർക്ക്. അതൊരു ലാൻഡ്മാർക്കായിട്ട് നിങ്ങൾ കാണാം. പിന്നെ അതുപോലെ തന്നെ കൂടുതലും ഹാജിമാരും ഹറമിലൊക്കെ ഒന്നും എത്തിപ്പെടാൻ പറ്റാതെ ഇവിടെ എല്ലാ വക്തിനൊക്കെ നിസ്കാരത്തിന് ഭയങ്കര തിരക്കായിരിക്കും. സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടെന്നാണ് എനിക്കൊരു സംശയം. ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ കൺഫേം ആക്കി പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ കാണുന്ന ബിൽഡിങ്ങുകൾ. എല്ലാ ബിൽഡിങ്ങുകളിലും ഒട്ടുമിക്ക ബിൽഡിങ്ങുകളിലും ഇന്ത്യൻ എംബസിന്ന് സ്റ്റാഫുകളൊക്കെ വന്ന് അവർ വിലയിരുത്തിയിട്ട് നല്ല ബിൽഡിംഗ് ആണോ, ഹാജിമാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു ബിൽഡിങ്ങുകൾക്കൊക്കെ 2024 വരുന്ന ഹാജിമാർക്ക് കൊടുക്കാം എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകുന്നതും അതിനുശേഷമാണ് അവർ സ്റ്റിക്കർ ഒട്ടിക്കുന്നതൊക്കെ. സ്റ്റിക്കർ ഒട്ടിക്കാൻ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബിൽഡിങ്ങുകൾക്ക് ഓരോ നമ്പറുകൾ കൊടുക്കും. ഇപ്പം നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളിൽ ഏകദേശം 250ഓളം ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. ഹാജിമാർക്ക് തയ്യാറായിട്ടുള്ള 250ഓളം ബിൽഡിങ്ങുകൾ ഈ ഒരു ഭാഗങ്ങളിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫ്ലാഗുകളൊക്കെ കാണാൻ പറ്റും അവിടെ ബിൽഡിങ്ങിന് ഫ്രണ്ടിൽ ഒട്ടിച്ചിരിക്കുന്നത്. ഇതൊക്കെ കടകളുള്ള ഏരിയകളാണ്. ഈ കടകളൊക്കെ പൂട്ടിക്കിടക്കുകയാണ് ഇപ്പം. ഇതൊക്കെ ഹജ്ജിന് വേണ്ടി സമയത്ത് മാത്രമേ തുറക്കുകയുള്ളൂ. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ മുമ്പത്തെ വർഷത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഹജ്ജിന്റെ സമയങ്ങളിലും. ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഹജ്ജിന് പോകുന്നതിന് മുമ്പൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് വരും. നമുക്ക് ഏകദേശം ഒരു ബസ് സ്റ്റോപ്പുകളൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളുടെ ഇടയിലുണ്ട്. എന്തിനാണ് ഈ ബസ് സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹറമിലേക്ക് പോകാനൊക്കെ ബസ്സുകളും അവിടെ ഇങ്ങനെ ലൈനായിട്ട് നിർത്തും. അപ്പോൾ നമുക്ക് ഏത് ബസ് സ്റ്റോപ്പിൽ അടുത്താണ് നമ്മളെ റൂം, ആ ഒരു ബസ് സ്റ്റോപ്പിന്റെ നമ്പറുകൾ നമ്മളെ ID കാർഡിലുണ്ടാവും. ഈ ഒരു ID കാർഡ് വെച്ചിട്ടാണ് നമ്മളെ ബസ്സിൽ കയറി പോവാം. അത് എന്തിനാണെന്ന് വെച്ചാൽ വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടുന്ന് ഹറമിലേക്ക് പോയി അതുപോലെ തന്നെ തിരിച്ച് ഹറമിൽ നിന്ന് നമ്മുടെ റൂമിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ബസ് സ്റ്റോപ്പിലേക്കാണ് വരേണ്ടത്, അതായത് റൂമിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് ഏതാണോ, 7A ആണോ 7B ആണോ, അങ്ങനെ ഓരോ നമ്പറുകൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ID കാർഡിലുള്ള ബസ് സ്റ്റോപ്പിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എങ്കിലേ നമുക്ക് നമ്മുടെ റൂമിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകും, ഒരു നമ്പറിൽ കയറും, ഒരു നമ്പറിലുള്ള ബസ്സിലേക്ക് കയറും, ആ നമ്പറിലുള്ള ബസ് വേറെ ബസ് സ്റ്റോപ്പിലേക്ക് ആയിരിക്കും പോവുക, അവിടെ ആയിരിക്കില്ല നമ്മുടെ റൂം ഉണ്ടാവുക. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഹാജിമാർ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തരുന്ന ID കാർഡുകൾ നിങ്ങളുടെ കഴുത്തിൽ നിങ്ങൾ സൂക്ഷിക്കുക, ഇട്ട് വെക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ഊരി വെക്കരുത്. കാരണം ആ ഒരു ID കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ മക്കയിൽ നഷ്ടപ്പെട്ടു പോയാലും വഴി തെറ്റിപ്പോയാലും നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ റൂമിലേക്ക് എത്താൻ ആ ഒരു ID കാർഡ് മാത്രമാണ് ഉപകരിക്കുക കേട്ടോ. പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങുകളുടെയൊക്കെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ ഇവിടെ ഓരോ സന്നദ്ധ പ്രവർത്തകരുണ്ട്. അതായത് KMCCയുടെയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെയൊക്കെ പ്രവർത്തകരുണ്ടാവും, വോളണ്ടിയേഴ്സ് എന്ന് പറയും. അപ്പോൾ അവര് എല്ലാ ഹാജിമാർക്കും ഹിദ്മത്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു 24 hours ഈ ഒരു ഏരിയകളിലൊക്കെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. പിന്നെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന മിന, മുസ്തലിഫ, അറഫ, അതുപോലെ തന്നെ നമ്മുടെ ഹറമിന്റെ പരിസരങ്ങളിൽ ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് ഹാജിമാർക്കൊരു പേടിയും വേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ഇവിടെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നിൽക്കുന്നത് കേട്ടോ. ഒരാളും പൈസ കൊടുത്ത് നിർത്തുന്നതല്ല ഈ ഒരു വളണ്ടിയേഴ്സിനെ. സംഘടനാപരമായിട്ട് അവരെ ഹിദ്മത്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറായിട്ടാണ് ആളുകളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ കാണുക. എന്ത് സഹായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, സഹായങ്ങളൊക്കെ അവർ തരും കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട. നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഹജ്ജിൻ്റെ സമയങ്ങളിലൊക്കെ, ഹജ്ജിന് തൊട്ട് മുമ്പും ഹജ്ജിന് ശേഷവും. അങ്ങനെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാം. ആ സമയത്ത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന നമ്മുടെ ഫ്ലാഗിൻ്റെ ഇത് കണ്ട, അതായത് നമ്പർ എഴുതിയിട്ടുണ്ട്. ഓരോ ബിൽഡിങ്ങിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് ഹജ്ജ് ബിൽഡിങ്ങുകളുടെ പരിസരത്ത് നിന്ന് നമ്മൾ മെയിൻ റൂട്ടിലേക്ക് ഇറങ്ങി. ഈ റോട്ടിലൂടെ നമുക്ക് നേരെ പോയി കഴിഞ്ഞാലാണ്, ഇതിലൂടെയാണ് സാധാരണ ഹാജിമാരൊക്കെ ഹറമിലേക്ക് പോകാറുള്ള ബസ്സുകൾ പോകുന്ന റൂട്ട് ഇതാണ്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഭാഗങ്ങളൊക്കെ നമ്മളിപ്പോൾ കറങ്ങി വന്ന സ്ഥലങ്ങളാണ്. അപ്പം ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു പരിസരങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടത്. ബാക്കിയുള്ള ഡീറ്റെയിൽസും നിങ്ങൾ ഇവിടെ വരുന്ന ഹാജിമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ഇൻഫർമേഷൻസ് തരാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഹജ്ജിന് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഉപകാരപ്പെട്ട് പോകട്ടെ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന മഞ്ഞ ബസ്സുകളൊക്കെ കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ ഇത്രയും ദിവസങ്ങളൊന്നും മക്കേൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ മക്കയിലേക്ക് എല്ലാ ബസ്സുകളെയും കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഹജ്ജിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹാജിമാർക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ കമ്പനികളുടെ അവരുടെ ബസ്സുകളാണ്. അപ്പോൾ എന്തായാലും ബസ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മക്കയിൽ പല സ്ഥലത്തും അത് ഓൾട്ട് ചെയ്തിട്ട് എന്താ പറയുക, ഹജ്ജിൻ്റെ സമയമാകുന്ന സമയത്ത് ഹാജിമാർക്ക് ഹറമിലേക്ക് പോകാനൊക്കെ ആയിട്ട് സൗകര്യങ്ങൾ ഏർപ്പാടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഈ വീഡിയോൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വരുന്നത് നല്ല ചൂടുള്ള സമയമാണ്. ഈ ഹജ്ജിൻ്റെ സമയത്ത് നല്ല ചൂടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുമ്പം നമ്മൾ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇൻഷാല്ലാ ഹജ്ജ് തുടങ്ങി കഴിഞ്ഞാൽ ഡെയിലി വീഡിയോ ഇടണമെന്നാണ് വിചാരിക്കുന്നത്. കഴിയുമെന്ന് വിചാരിക്കുക. ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരികയാണ്. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴിക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഹാജിമാരൊക്കെ താമസിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെയാണ് ഹാജിമാർ താമസിക്കുന്നത്. ഗവൺമെൻറ് ക്വാർട്ടറിൽ വരുന്ന ഹാജിമാർ താമസിക്കുന്ന സ്ഥലമാണിത്. അസീസിയ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ മലയാളികളും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചപ്പുറത്ത് മലയാളികൾ വേറെ കുറച്ച് ബിൽഡിംഗ് കൂടി ഉണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഹാജിമാർ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം കാണിച്ചത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഹാജിമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമുക്കിനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം. കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോ എൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.